السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. علي بن أبي طالب رضي الله عنه. മാതാവും പിതാമഹനും മരിച്ചതോടെ ആലംബമറ്റ മുഹമ്മദ് എന്ന 8 വയസ്സുകാരൻ്റെ കൈപിടിച്ച് പിതൃസഹോദരൻ അബൂ ത്വാലിബ് വീട്ടിലേക്ക് നടന്നു. പടി കടന്നെത്തിയ അവനെ മാറോട് ചേർത്ത് പിടിച്ച് അബൂ ത്വാലിബിൻ്റെ ഭാര്യ ഫാത്തിമ പറഞ്ഞു, നിനക്ക് ഞങ്ങളുണ്ട്. സ്വന്തം മക്കളെ അർദ്ധപട്ടിണിയിലാക്കി ഫാത്തിമ മുഹമ്മദിൻ്റെ വയറ് നിറച്ചും മാതൃസ്നേഹം അളവിലധികം അവർ നൽകി. വർഷങ്ങൾ കഴിഞ്ഞു. മുഹമ്മദ് ഖദീജയെ വിവാഹം ചെയ്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹ. നല്ല നിലയിൽ ജീവിക്കവേ മക്കയിൽ കനത്ത ക്ഷാമം പടർന്നു പിടിച്ചു. കുടുംബങ്ങൾ പട്ടിണിയിലായി. 5 മക്കളുണ്ടായിരുന്ന അബൂ ത്വാലിബും കുടുംബവും ജീവിതം മുട്ടിയ അവസ്ഥയിലായി. ധനികരായിരുന്നെങ്കിലും സഹോദരൻ അബൂ ലഹബ് തിരിഞ്ഞു നോക്കിയില്ല. കച്ചവടക്കാരനായിരുന്ന നേർ സഹോദരൻ അബ്ബാസും കാര്യമായി ഒന്നും ചെയ്തില്ല. മുഹമ്മദുൽ അമീൻ ഇടപെട്ടു. അബ്ബാസിനെ പോയി കണ്ടു. എന്തെങ്കിലും ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അവരിരുവരും അബൂ ത്വാലിബിനെ കണ്ടു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യുക, പ്രയാസം മറച്ചുവെക്കാതെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ 15കാരനായ മകൻ ജഅഫറിന് അബ്ബാസ് ഏറ്റെടുത്തു. 6 വയസ്സുള്ള അലിയെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിച്ച് ഏതാനും ദിവസങ്ങൾക്കകം മരിച്ച മകൻ അബ്ദുള്ളയുടെ ഓർമ്മകൾ മായും മുമ്പാണ് ബാലനായ അലിയെ ഖദീജയ്ക്ക് ലഭിക്കുന്നത്. മുഹമ്മദിൻ്റെയും ഖദീജയുടെയും പെൺകുട്ടികളായ സൈനബ്, റുഖിയ, ഉമ്മു കുൽസൂം, ഫാത്തിമ എന്നിവർക്കൊപ്പം ആൺതരിയായി അലി റളിയല്ലാഹു അൻഹു കളിച്ചു വളർന്നു. തന്നെ ബാല്യത്തിൽ ലാളിച്ചോമനിച്ചു വളർത്തിയ ഫാത്തിമയുടെ മകൻ അലിയെ റളിയല്ലാഹു അൻഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലറിയിക്കാതെ വളർത്തിക്കൊണ്ടുവന്നു. വർഷങ്ങൾ കഴിഞ്ഞു. മുഹമ്മദുൻ അമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായി നബിയിൽ നിന്ന് കേട്ട ഖുർആൻ മാസ്മരിക വചനങ്ങൾ അവൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു. അവൻ ആ വാക്യങ്ങൾ ഉരുവിടാൻ പഠിച്ചു. അപ്പോഴവന് 10 വയസ്സായിരുന്നു പ്രായം. ദിവസങ്ങൾ കഴിഞ്ഞു. അലി റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, ഞാനും അങ്ങയിൽ വിശ്വസിക്കട്ടെയോ? പിതാവിനോട് ചോദിക്കണം, എന്നിട്ട് മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചു. എന്നാൽ ആ ബാലൻ കൂട്ടാക്കിയില്ല. അവൻ പറഞ്ഞു, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല, താങ്കൾ അവൻ്റെ ദൂതൻ തന്നെ, ഞാനും സാക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വളർത്തുമകനെ മാറോടണച്ചു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു നബിയിൽ വിശ്വസിച്ച ആദ്യത്തെ കുട്ടിയും രണ്ടാമത്തെ മുസ്ലിമുമായി. ഖുറൈശ് ഗോത്രത്തിലെ ഹാഷിം കുടുംബത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവൻ കൂടിയായ അബൂ ത്വാലിബിൻ്റെ മകനായി ക്രിസ്തുവർഷം 600-ൽ അലി റളിയല്ലാഹു അൻഹു ജനിച്ചു. അബ്ദുൽ മുത്തലിബിൻ്റെ സഹോദരൻ അസദിൻ്റെ മകൾ ഫാത്തിമയാണ് മാതാവ്. അബുൽ ഹസൻ, അബൂ തുറാബ് എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ബാല്യവും കൗമാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണത്തിലാണ് ചെലവഴിച്ചത്. പ്രവാചകപുത്രി ഫാത്തിമയെ ജീവിതസഖിയാക്കുകയും ചെയ്തു. ഈ വിവാഹത്തിലൂടെ 5 മക്കൾ പിറന്നു. ഹസൻ, ഹുസൈൻ, മുഹ്സിൻ, ഉമ്മു കുൽസൂം, സൈനബ് റളിയല്ലാഹു അൻഹും. പ്രമുഖ സ്വഹാബി ജഅഫർ റളിയല്ലാഹു അൻഹു നേർ സഹോദരനാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ധീരനും അതേസമയം ഭക്തനും പണ്ഡിതനും പ്രഭാഷകനും സാഹിത്യ നിപുണനുമായിരുന്നു 4ാം ഖലീഫയായ അലി റളിയല്ലാഹു അൻഹു. ഞാൻ വിജ്ഞാനത്തിൻ്റെ പട്ടണവും അലി അതിൻ്റെ കവാടവുമാണ് എന്ന തിരുവാക്യത്തിൽ നിന്ന് ഇത് വ്യക്തമാവും. തബൂക്ക് ഒഴികെയുള്ള മുഴുവൻ യുദ്ധങ്ങളിലും പങ്കെടുത്ത അലി റളിയല്ലാഹു അൻഹു ദ്വന്ദ്വയുദ്ധങ്ങളിലൂടെ തൻ്റെ വിശ്വാസവും പോരാട്ടവീര്യവും തെളിയിച്ചു. ഖൈബർ യുദ്ധത്തിൽ പതാകയുമേന്തി 7 പേർ ഒരുമിച്ച് ശ്രമിച്ചിട്ടും അനക്കാൻ പോലുമാവാത്ത ഖൈബർ കോട്ടയുടെ കവാടം തനിച്ച് തകർത്ത അലി റളിയല്ലാഹു അൻഹു തൻ്റെ കരുത്ത് പ്രകടിപ്പിച്ചു. ഹിജ്റ വർഷം 2 ഇളയ പുത്രിയും സുന്ദരിയുമായ മകൻ ഫാത്തിമക്ക് വിവാഹാലോചനയും പലതും വന്നുവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതെല്ലാം ഒഴിവാക്കി. ഒടുവിൽ ഒരു ദിനം വിവാഹാഭ്യർത്ഥനയുമായി അലിയും വന്നു. അപ്പോൾ തിരുമുഖം തിളങ്ങി. മഹറായി നൽകാൻ എന്താണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. ഞാനത് പറയാതെ തന്നെ അങ്ങക്കറിയില്ലേ, എൻ്റെ ഒട്ടകം, പടയങ്കി, വാൾ എന്നിവ മാത്രം. ചെറുപുഞ്ചിരിയോടെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകളോട് അഭിപ്രായം ആരാഞ്ഞു. അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്നത് ഞാനും ഇഷ്ടപ്പെടുന്നു. ലജ്ജയോടെ ഫാത്തിമയുടെ സമ്മതം. പടയങ്കി വിറ്റുകിട്ടിയ 400 ദിർഹം അലി റളിയല്ലാഹു അൻഹു മഹറായി നൽകി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു.
ഒരു തളികയിൽ ഈത്തപ്പഴവും കാരക്കവും എത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഏതാനും മുഹാജിറുകളും അൻസ്വാരികളും സാക്ഷികളായെത്തി. അന്നു രാത്രി ദൂതർ അവരുടെ മുറിയിലേക്ക് അനുവാദത്തോടെ കയറിച്ചെന്നു. മകളെയും മരുമകനെയും ഇടത്തും വലത്തും ഇരുത്തി ചുമലിൽ കൈയിട്ട് ചേർത്തിരുത്തി 2 പേർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം ഏതാനും മാസങ്ങൾ പിന്നിട്ട് 29-ാം വയസ്സിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ മരിക്കുന്നതുവരെ അദാമ്പത്യ സ്നേഹകാരുണ്യങ്ങളോടെ തുടർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെയും അലി റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നിവരോട് കൂടെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.